ഉണ്ട്. കാരണം ഞാനിപ്പോൾ പറഞ്ഞ അത് വലിയ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ. പക്ഷെ അതിന് ഞാൻ ഇവരോട് ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട്. കാരണം ഞാൻ തുടരും ആക്ച്വലി Jan 30th റിലീസ് ചെയ്യാനുള്ള സിനിമയാണ്. അപ്പം അതിൻ്റെ വർക്കിൻ്റെ ഇടയ്ക്കായിരുന്നു നമ്മൾ ഓഫീസർ വന്നത്. അപ്പോൾ ഇത് മാറിയത് കൊണ്ട് എനിക്ക് ഓഫീസിൽ ഇരിക്കാൻ പറ്റി. ആൻഡ് പക്ഷെ തുടരും എനിക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് തന്നെ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഓഫീസർ തകർത്തു, അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആണ്. അതേപോലെ തന്നെ മലയാളികൾ എന്താണ് കണ്ടെത്താനുള്ളത് ഇതേപോലെ ആക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഞാനൊരു 3 ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലൻറ്റുകൾ സിനിമയുടെ മുന്നിലും പുറകിലും ഉണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മകേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു സിനിമയെ ഹൈയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ടെക്നീഷ്യനാണെന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും. ഓഫ് കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ബാക്ക് ഡ്രോപ്പിനാണ് അത് പറഞ്ഞു പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സിന്. പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യം അടിവരിയിട്ട് പറയുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് പൊതുവാളുടെ എന്ന തങ്കേശ്വറിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ഒരു സിനിമ ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര്. അതിൽ കുറച്ചുകൂടെ ഒരു ഫണ്ണും സെറ്റയറും അത്യാവശ്യം ഒരു പൊടിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും. അതിൽ ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഡയറക്റ്റ് ചെയ്ത ചിദംബരം അഭിനയിക്കുന്നുണ്ട്. പിന്നെ ജാഫർ ഇടുക്കി, സുധീഷ്, അങ്ങനെ ഒരു പറ്റം നല്ല ടാലന്റുകളുണ്ട്. തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. എൻ്റെ ഭാര്യയാണ് അതിൻ്റെ കാരണക്കാരി. പിന്നെ മമ്മൂക്കയെ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഏറ്റവും ട്രെൻഡിയസ്റ്റ് എന്താ പറയുക ഒരു മാൻ ആണ്, അല്ലെങ്കിൽ ഒരു ചാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കും. അതായത് പുള്ളിയാണ് ഏറ്റവും കൂളസ്റ്റ് ഗൈ ഇൻ ടൗൺ നൗ. നല്ല സിനിമകൾ, ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ 2020 പോലെയാണ്. ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കപ്പെട്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരാം. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസും ഉണ്ട്. അപ്പോൾ അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ, ക്വാളിറ്റി സിനിമ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാകും. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോപ്പ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും, സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ച് കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിവേസ് താങ്ക് യു. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മൾ ഏത് രീതിയിലാണ് ഇത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആവുന്നു എന്നറിയുന്നതിൽ, ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന്, ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയുകയാണ്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ മുന്നിലും പിന്നിലുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന, ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും അത് പോയി കാണുക. താങ്ക് യു ഫോർ ഓൾ ദ ലവ്.